ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ്. ഇന്ന് ഞാൻ ടൂറിസ്റ്റ് ബസ്സിൽ വീണ്ടും ഡ്രൈവറായിട്ട് ജോലിക്ക് കയറിയേക്കാണ്. മോള് രാവിലെ തന്നെ കിടന്നുറങ്ങുകയാണ്. രാവിലെ 5 മണിയായിട്ടുള്ളൂ. അങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ചായ പെണ്ണ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഡ്രൈവർക്ക് പനിയായതുകൊണ്ട് ഇന്ന് ആക്ടിങ്ങിനാണ് പോണത്, എൻ്റെ വണ്ടിയിലേക്കല്ല. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് ബൈക്കിൻ്റെ മേലെ, ഇലക്ട്രിക് വണ്ടിയാണ് നമ്മുടെ, അങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി വണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ പോണ വഴിയിൽ എന്തായാലും ആദ്യമായിട്ട് പോവല്ലേ, പള്ളിയുണ്ട്. അങ്ങനെ പള്ളിയിലേക്ക് കയറി 2 റക്അത്തൊക്കെ നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് നല്ല റാഹത്തായിട്ടുണ്ട് പുറത്തൊക്കെ ഇറങ്ങാൻ വിചാരിച്ച്. അങ്ങനെ പള്ളി കയറിയിട്ടുണ്ട്, നിസ്കരിച്ച് ഒന്നും നോക്കിയില്ല. അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നോക്കുമ്പോൾ രാവിലെ ആയതുകൊണ്ട് മക്കൾ നടന്നു വരുന്നു. മദ്രസയ്ക്ക് പോണ കുട്ടികളാണൊക്കെ, ഓരോ രക്ഷിതാക്കളും ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ സൈക്കിളും വരുന്നുണ്ട് കുട്ടികൾ. നല്ല നല്ല അടിപൊളി കാഴ്ച രാവിലെ തന്നെ, നമ്മുടെ കേരളത്തിൽ മാത്രം കാണാൻ പറ്റുന്ന കാഴ്ച. അങ്ങനെ വണ്ടി ഓടിയിട്ട് ഇതാ ഷെഡിൻ്റെ അവിടേക്ക് എത്തി. വണ്ടി ഇതാ Z1 2019 വണ്ടിയാണ്. ഇതാ വണ്ടി നമ്മുടെ വണ്ടി നേരെ കൊണ്ട് സൈഡാക്കി നേരെ വണ്ടിയിൽ കയറി നിന്നിട്ട് ഒന്നും നോക്കിയില്ല, വണ്ടിയിൽ സ്റ്റാർട്ടാക്കാൻ നിൽക്കുകയാണ്. വണ്ടി ഇതാ സ്റ്റാർട്ടാക്കി നേരെ കൊണ്ടുപോയി പമ്പിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ഡീസലടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിളിച്ചക്കനോട്ടാണ് കണ്ടതിപ്പോൾ. അങ്ങനെ ഡീസലടിച്ചിട്ട് കുട്ടികൾ കൊണ്ടുവന്ന സ്ഥലത്ത് പാവട്ടപുറത്ത് നമ്മുടെ ഗാലക്സി പറഞ്ഞൊരു സ്കൂളുണ്ട്. വണ്ടീൻ്റെ ഉള്ളിലേക്ക് പോയില്ല. അപ്പം നമ്മൾ റോഡ് സൈഡിൽ നിർത്തിയിട്ടാണ് കുട്ടികളെ വണ്ടിയിൽ കയറ്റുന്നത്. അപ്പോൾ കുട്ടികളിലൊക്കെ കണക്കൊക്കെ എടുത്ത് പിള്ളേർ ഇതാ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചേഴ്സ്. അങ്ങനെ ചെറിയ പിള്ളേരാണ്, കയറുമ്പോൾ കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിയിട്ടോളും. അങ്ങനെ വണ്ടിയുള്ളിൽ കയറി ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്ത്. ഇനി അടുത്ത ടാസ്ക് കുട്ടികൾക്ക് ചായ കുടിക്കണം. പോണ വഴിയിൽ നമ്മളൊരു കട ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൂടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്, കൈ കഴുകാനും എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ തൊട്ടപ്പുറത്താണ് ഈ കടയുടെ ഓണറുടെ വീട്. അപ്പം നമ്മൾ നേരെ വീട്ടിൽ പോയി ഒന്നും നോക്കിയില്ല, കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവിടെ ഞങ്ങൾ വേസ്റ്റ് ഒന്നും ആക്കില്ല. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, മക്കളല്ലേ ഇരുന്ന്. അത് നമ്മുടെ മലപ്പുറത്തായൊരു സ്വഭാവമാണത്. അങ്ങനെ നേരെ കയറി ഒന്നും നോക്കിയില്ല, പിള്ളേരിനൊക്കെയാണ് വിളിച്ചിറക്കി. പിള്ളേരാണെങ്കിലോ അപ്പുറത്ത് റോഡ് സൈഡും കൂടിയാണ്. അപ്പം മെല്ലെ പിള്ളേരിനൊക്കെ പുറത്തേക്ക് ഇറക്കി നേരെ കൊണ്ടുപോയി നമ്മൾ ഫുഡൊക്കെ സെർവ് ചെയ്തു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേർക്ക് ഒരു വെജിറ്റബിൾ കറി ചപ്പാത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ പിള്ളേർക്ക് ഒക്കെ വിളമ്പി കൊടുത്ത് നല്ല ബാത്റൂമും സൗകര്യമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കിട്ടി. നല്ല വീട്ടുകാരായിരുന്നു കേട്ടോ, തൊട്ടപ്പുറത്തുള്ളവർ സഹകരിച്ചുകൊണ്ട് നമുക്ക് ഇത്ര സൗകര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റി. അങ്ങനെ ഭക്ഷണ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പെരിന്തൽമണ്ണയിലുള്ള പാപ്പില്ല പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാപ്പില്ല പാർക്ക് എത്തി, അതിൻ്റെ എൻട്രൻസ് ആണത്. അങ്ങനെ കുട്ടികളിലൊക്കെ പുറത്തൊക്കെ ഇറക്കി വീണ്ടും എണ്ണെടുക്കണം.